കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. കർഷകന്റെ കൃഷിഭൂമിയെ ബഫർ സോണാക്കി മാറ്റുക, അതിനുശേഷം അതിനെ വനഭൂമിയാക്കി മാറ്റുക, അതിലൂടെ വനാതിർത്തി വർദ്ധിപ്പിച്ചു എന്ന അവകാശവാദം ഉണ്ടാക്കി കാർബൺ ഫണ്ട് സ്വരൂപിക്കുക, ഇതൊക്കെയാണ് നാളിതുവരെയും ഇവിടെ നടന്നുകൊണ്ടിരുന്ന വിഷയങ്ങൾ. വീണ്ടും വീണ്ടും വനം വകുപ്പിനെ കുറിച്ച്, വനം വകുപ്പിന്റെ കൃത്യവിലോപത്തെ കുറിച്ച് പറയേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം ദുഃഖമുണ്ട് എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. ഇതിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉത്തര കൊറിയ പോലെയുള്ള രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങളാണ് ഇതിൽ വനപാലകരായ ഉദ്യോഗസ്ഥര് എഴുതി ചേർത്തിരിക്കുന്നത്. ഇവിടെ ജനാധിപത്യമാണോ ഉദ്യോഗസ്ഥ ആധിപത്യമാണോ നടപ്പിലായിരിക്കുന്നത് എന്ന് സംശയം തോന്നത്തക്ക രീതിയിലാണ്. ജനപക്ഷത്ത് നിന്ന് ചിന്തിക്കാനോ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചറിയാനോ ഉള്ള ഒരു നീക്കവും ഇവിടെ നടന്നിട്ടില്ല. വനം വകുപ്പിനെ കയറൂരി വിടുമ്പോൾ ഇന്നാട്ടിലെ പോലീസും അതുപോലെയുള്ള നിയമ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി വനത്തിനുള്ളിൽ മാത്രം അധികാരമുണ്ടായിരുന്ന വനപാലകർക്ക് നാട്ടിൽ സകലരുടെയും മേലെ കുതിര കയറുന്നതിനുള്ള ലൈസൻസ് ആണ് ഈ വിജ്ഞാപനത്തിലൂടെ നൽകിയിരിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട മന്ത്രി വായിച്ചറിഞ്ഞിട്ടാണോ ഇത് പ്രസിദ്ധം ചെയ്യാൻ അനുവദിച്ചത് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ജനപ്രതിനിധികളായ പലരോടും ഈ വിഷയം സംസാരിച്ചപ്പോൾ അവരാരും ഈ വിഷയം അറിയുന്നില്ല. ഇത് അങ്ങേയറ്റം ദുഃഖകരമാണ്. ജനത്തിന് വേണ്ടി നിയമം നിർമ്മിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും അറിയാതെ ഉദ്യോഗസ്ഥരുടെ ഇഷ്ടങ്ങൾ മാത്രം ഇങ്ങനെ ഒളിച്ചു കടത്തുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ പ്രക്രിയയാണ്. ഭരണഘടന ഇവിടുത്തെ പൗരന് നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 21 ആ സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള ബോധപൂർവമായ കടന്നുകയറ്റമാണ്. പ്രത്യക്ഷത്തിൽ തന്നെ ഈ നിയമം ഭരണഘടനാ തീർച്ചയായും ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ നിർബന്ധിതരാവുകയാണ്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ സാറ് ഞങ്ങളോട് വിശദമായി സംസാരിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ്. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയതാണ്. അതിനുശേഷമാണ് ഇപ്രകാരം ഒരു നിയമവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് എന്ത് അവസ്ഥയാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. കർഷകനെ ദ്രോഹിക്കാൻ ഇങ്ങനെ ഉദ്യോഗസ്ഥരെ കയറൂരി വിടുന്ന, സർവ്വ അധികാരങ്ങളും അവർക്ക് വിട്ടുകൊടുക്കുന്ന ഈ വ്യവസ്ഥിതി തിരുത്തി എഴുതപ്പെട്ടേ പറ്റൂ.